ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാചകത്തൊഴിലാളിയായിരുന്ന സാജിദയുടെ വീട്. അവിടെയാണ് ഞാൻ ഇപ്പോഴുള്ളത്. പക്ഷേ ആ വീട്ടിൽ അവരുടെ ഉമ്മയൊന്നും ഇപ്പോഴും ഇത്തരത്തിൽ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു അപകടം പറ്റി ആശുപത്രിയിലാണ് എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി ആ വീട്ടിൽ സന്ദർശിച്ച് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട്. കുറേ കൂടി ചില വിവരങ്ങൾ കൂടി അദ്ദേഹം നമുക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ 2 മണിയോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിക്കും. അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം അധ്യാപകരുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇതിൻ്റെ പ്രാരംഭ കാര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് നടപെടുകയും 2 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം തീരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ ഇവിടെ ഒരു 8-9 മണിയോടുകൂടി ഹയർ സെക്കൻഡറിയിൽ പൊതുദർശനത്തിന് വെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അതായത് പ്രതീക്ഷയിൽ നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഇതിനായി നേരത്തെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് 8 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അടുത്തൊരു ഹയർ സെക്കൻഡറിയിലെത്തും. അവിടെ എത്ര സമയം പൊതുദർശനത്തിൽ സൗകര്യമൊരുക്കും? അതിനെപ്പറ്റി ഇപ്പോൾ വ്യക്തമായി തീരുമാനിച്ചില്ല. അധികം കൂടുതൽ സമയം നിർത്താൻ സാധ്യമല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. അതിന് ദൂരസ്ഥലത്തുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടോ ഈ മരിച്ച കൂട്ടത്തിൽ? ഇതിലുള്ളത് ഒക്കെ ഏറെക്കുറെ ഈ ഭാഗത്തുനിന്ന് തന്നെയാണ് ഉള്ളത്. ഒരു മാലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഉള്ളത്. ഒന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു മാലിൽ മറവ് ചെയ്യേണ്ട സാഹചര്യമുള്ളൂ. അതിനുള്ള സംവിധാനം ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഒരുക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് അതിലേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ആശുപത്രിയിൽ ചികിത്സയിലുള്ള 3 പേരാണെന്ന് അറിയുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ? അതിന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ആൾ പോയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിനനുസരിച്ചേ ഉള്ളൂ. ആൾ അവിടെ എത്തിയിട്ടുള്ളൂ. അതിനനുസരിച്ച് വിവരത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാം എന്നുള്ളതൊക്കെ സർക്കാർ തലത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ചെയ്യുന്നുണ്ട്. സർക്കാർ തലത്തിൽ ചെയ്യാനുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ തന്നെ നേരിട്ട് ആളുകളെ അവിടെ എത്തിച്ച് കാര്യങ്ങളിലേക്കൊക്കെ മുൻകൈ എടുക്കുന്നുണ്ട്. ഇപ്പം മരിച്ച ആളുകളുടെ വീടുകളിൽ പല സ്ഥലങ്ങളിൽ വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഒരു അപകടം സംഭവിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് പലരും അറിഞ്ഞിട്ടില്ല എന്നറിയുന്നു. അവരെ അറിയിക്കുക എന്നുള്ളത് അത് ഇപ്പോൾ ഉള്ളത് ഈ പ്രദേശത്തുള്ള അതിൻ്റെ അമ്മ അറിയിക്കാമെന്നുണ്ടെങ്കിൽ പ്രായമായ ഒരാളാണ്. പെട്ടെന്ന് അറിയിക്കുന്നുള്ള ഒരു പ്രയാസമാണ് അതിലുള്ളത്. അപ്പോൾ പതിയെ അറിയിക്കാനേ സാധ്യമാവുള്ളൂ. അവരിപ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അപ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തൊരു ഭാഗത്ത് കടത്തിയിരിക്കുകയാണ്. ഈ പൊതുദർശനത്തിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? അവിടെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? പൊതുദർശനത്തിനുള്ളത് അതിൻ്റെ ഫ്രീസറും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനെ ശേഖരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. കുറഞ്ഞ സമയമുള്ളൂ അവിടെ വെക്കാൻ സാധ്യമാവുള്ളൂ. വലിയൊരു ജനാവലി ഉണ്ടാവും. അതിനുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ അവിടെ വെക്കാൻ പറ്റുക. ഫ്രീസറും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കരുതിയിട്ടുണ്ട്. 8 മണി തൊട്ട് 9-10 മണിനുള്ളിൽ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയും. 2 മണിക്കൂറേ നിൽക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ നിർത്താൻ പ്രയാസമാവും. അത് എപ്പോൾ മറവ് ചെയ്യും എന്നുള്ള തീരുമാനമായിട്ടില്ല. അതിന് ശേഷം പറയാം. മൃതദേഹം എത്തുന്ന മുറയ്ക്ക് അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയിക്കാനുള്ളത്.